ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ 29-ാം ദിവസ ചിന്ത. കേരള സഭയിൽ അനേകം നന്മകൾ ചെയ്യാനായി പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച ഒരു വിശുദ്ധാത്മാവാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പ്രൊട്ടസ്റ്റന്റ് സഭാ വിശ്വാസികളിൽ നിന്ന് കത്തോലിക്കർക്കെതിരെ പല ലഘുലേഖങ്ങളും പ്രചരിച്ചു. ഇത് കേട്ട് വിഷമമായ വിശുദ്ധ ചാവറയച്ചൻ സുറിയാനി സഭയ്ക്ക് ഒരു പ്രസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. സത്യദൈവ വിശ്വാസം, ഭക്തി, സഭാസ്നേഹം എന്നിവ ജനങ്ങളിൽ വളർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അഗതികൾക്ക് ഊട്ടുനേർച്ച നൽകുന്ന പതിവ് ആരംഭിച്ചു. തിരുകുടുംബ ഭക്തി പ്രചരിപ്പിച്ച് പള്ളികൾക്ക് സമീപം പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കണം എന്ന നിയമം അദ്ദേഹം നടപ്പിലാക്കി. വിദ്യാലയങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുന്ന എല്ലാവർക്കും വിദ്യാലയത്തിൽ പ്രവേശനം നൽകി. കുഞ്ഞുങ്ങൾക്ക് വിശപ്പടക്കാനായി ഉച്ചകഞ്ഞി നൽകുന്ന സംരംഭം അവർ ആരംഭിച്ചു. ഇങ്ങനെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ അനേകം പുതിയ സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ഇങ്ങനെ ആത്മീയ ഉണർവുണ്ടാകുവാൻ അദ്ദേഹം 40 മണി ആരാധന ആരംഭിച്ചു. ഇടവക ജനങ്ങൾക്കായി ധ്യാനം നടത്തുന്ന ശൈലിയും ഞായറാഴ്ച കുർബാനകളിൽ പ്രസംഗിക്കുന്ന ശൈലിയും കൊണ്ടുവന്നത് വിശുദ്ധ ചാവറയച്ചനാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലെ ലക്ഷ്യം ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറണം എന്നതാണ്.